ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കെമിസ്ട്രി ചോദ്യങ്ങളാണ്. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമായി SSC/GD കോൺസ്റ്റബിൾ നടന്നപ്പോൾ ചോദിച്ചിട്ടുള്ള കുറച്ച് നല്ല കെമിസ്ട്രി ചോദ്യങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ ക്ലാസ്സിൻ്റെയും ആദ്യം തന്നെ ഞാൻ പറയുന്നത് പോലെ ഇത് SSC/GDക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ക്ലാസ് ഒന്നുമല്ല. എല്ലാ SSC RRB പരീക്ഷകൾക്കും CGL-ഓ CHSL-ഓ MTS-ഓ NTPC-ഓ ഗ്രൂപ്പ് ഡിക്ക് ഒക്കെ എല്ലാത്തിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരുപോലെ ഉപകാരപ്രദമാവുന്ന ചോദ്യങ്ങളും ഫാക്റ്റുകളുമാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു കാര്യമൊക്കെ ഇപ്പം നിങ്ങൾ സ്ഥിരമായ ക്ലാസ് കാണുന്നവരാണെങ്കിൽ മനസ്സിലായിട്ടണം. കാരണം SSC-യുടെയും RRB-യുടെയും GK-യുടെയും ഒക്കെ സിലബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാറ്റമില്ല, സെയിം ചോദ്യങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യാറുള്ളത്, ആവർത്തിച്ച് ചോദിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നല്ല കെമിസ്ട്രിയിലെ ചോദ്യങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. സോ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റിലും കൊടുക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞോട്ടെ. SSC RRB ഓറിയന്റഡ് ആയിട്ടുള്ള മത്സര പരീക്ഷകൾക്കായിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സുകൾ ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. academisonline.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേരെന്ന് പറയുന്നത്. അതിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവരൊന്ന് കയറി നോക്കിക്കോളൂ. SSC/GD ഓറിയന്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് പാക്കേജസ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒന്നുകിൽ പാക്കേജ് ആയിട്ട് എടുക്കാം, കംപ്ലീറ്റ് കോഴ്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഡിസ്കൗണ്ട് കിട്ടും ഫീല്. ഇനിയിപ്പോൾ അല്ല നിങ്ങൾക്ക് ഓരോരോ സബ്ജക്ട്സ് ആയിട്ടാണ് എടുക്കണമെങ്കിൽ അതും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഈ നമ്പറിൽ വാട്സപ്പിലോ ടെലിഗ്രാമിലോ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അഹങ്കാരമായിട്ട് കരുതരുത്. എപ്പോഴും പറയുന്ന പോലെ വിളിച്ചാൽ കിട്ടില്ല. ഈ അറ്റത്തുള്ളത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് ഈ നമ്പറിലോട്ട് മെസ്സേജ് അയക്കാം. കുറച്ച് വൈകിട്ടാണെങ്കിലും എന്ത് ചെയ്യുക തന്നെ ചെയ്യും, റെസ്പോണ്ട് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ ഈ വെബ്സൈറ്റിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതിൽ കയറിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡെമോ ക്ലാസ്സുകളും അതുപോലെ തന്നെ നമ്മുടെ മോക്ക് ടെസ്റ്റുകളും എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. കെമിസ്ട്രിയിൽ നിന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ നല്ലൊരു ചോദ്യം തന്നെയാണ് ആദ്യത്തെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് വൈഡ്ലി കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി? ആധുനിക രസതന്ത്രത്തിന്റെ പിതാവായി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആരെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പിതാക്കന്മാരായി നമ്മൾ പഠിക്കുന്നത് 3 ആളുകളെയാണ് അല്ലേ. ഒരു ഫാദർ ഓഫ് കെമിസ്ട്രി ഉണ്ട്, ഒരു ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി ഉണ്ട്, ഒരു ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി ഉണ്ട്. ഇത് 3ഉം എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ ചോദ്യം, ഫാദർ ഓഫ് കെമിസ്ട്രി ആരാണെന്ന് ചോദിച്ചാൽ അത് ആരുമല്ല, നമ്മുടെ ഗ്യാസ് ലോസിലൂടെയൊക്കെ നമുക്ക് വളരെ സുപരിചിതനായിട്ടുള്ള റോബർട്ട് ബോയിൽ ആണ് എന്തായിട്ട് അറിയപ്പെടുന്നത്, രസതന്ത്രത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് സ്കെപ്റ്റിക്കൽ കെമിസ്റ്റ്. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, ഹു ഓതേർഡ് ദ ബുക്ക് സ്കെപ്റ്റിക്കൽ കെമിസ്റ്റ് എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, SSC RRB പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ രസതന്ത്രത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോബർട്ട് ബോയിൽ ആണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകമാണ് സ്കെപ്റ്റിക്കൽ കെമിസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ചോദ്യം എന്തായിരുന്നു, ആധുനിക രസതന്ത്രത്തിന്റെ പിതാവാരാണ്, ഹു ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി എന്നാണ് ചോദിച്ചത്. മോഡേൺ കെമിസ്ട്രിയുടെ പിതാവിനെയാണ് ചോദിക്കുന്നെങ്കിൽ അതിന് ഉത്തരം ആരാണ്, ലാവോസിയാണ്. മാറിപ്പോവരുത്, കെമിസ്ട്രിയുടെ പിതാവ് റോബർട്ട് ബോയിൽ ആകുമ്പോൾ ആധുനിക കെമിസ്ട്രിയുടെ പിതാവാണ് ആരായിട്ട് മാറുന്നത്, ലാവോസി ആയിട്ട് മാറുന്നത്. ഇനി പലപ്പോഴും PSC ഒക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഇന്ത്യൻ കെമിസ്ട്രിയുടെ. SSC RRB ഇതുവരെ ഞാൻ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, എവിടെയും ചോദിച്ചിട്ടുണ്ടാവാം. ഇന്ത്യൻ കെമിസ്ട്രിയുടെ പിതാവ് ആരാണ്, ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PC റായ് അല്ലെങ്കിൽ പ്രഫുല്ല ചന്ദ്ര റായ് ആണ് എന്നുകൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇത് രണ്ടും മിക്കവർക്കും അറിയുന്നുണ്ടാവും, ഫാദർ ഓഫ് കെമിസ്ട്രിയും ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രിയും. പക്ഷേ ഇന്ത്യൻ കെമിസ്ട്രി അങ്ങനെ എല്ലാവർക്കും അറിയണമെന്നില്ല, എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ കെമിസ്ട്രിയുടെ പിതാവാണ് ചോദിക്കുന്നെങ്കിൽ അത് റോബർട്ട് ബോയിൽ ആണ്. ഇനി മോഡേൺ കെമിസ്ട്രി ആണെങ്കിൽ ലാവോസി ആണ്. ഇന്ത്യൻ കെമിസ്ട്രി ആണെങ്കിൽ PC റായ് ആണ്. റോബർട്ട് ബോയിലിന്റെ പ്രശസ്തമായ പുസ്തകമാണ് ഏതെന്ന് പറയുന്നത്, സ്കെപ്റ്റിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റ ചോദ്യം വെച്ച് എന്ത് ചെയ്തു, 4 ചോദ്യങ്ങൾ പഠിച്ചു. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. രണ്ടാമത്തെ ചോദ്യം, ഇൻ എ ഫോട്ടോ വോൾട്ടായിക് സെൽ വിച്ച് ടൈപ്പ് of energy gets converted into electrical energy? ഒരു ഫോട്ടോ വോൾട്ടായിക് സെല്ലില് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇലക്ട്രിക് സെല്ലിൽ ഏത് തരത്തിലുള്ള എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വളരെ ആ ഒരു പേരിൽ തന്നെ ഉണ്ട്, ഫോട്ടോ സിന്തസിസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഫോട്ടോഗ്രഫി എന്താണ്, ആ ഫോട്ടോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ലൈറ്റ് എന്നാണ് അല്ലേ. ലൈറ്റ് ആണ് എന്ത് എനർജി ആയിട്ട് മാറുന്നത്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത്. സോ ബേസിക്കലി വളരെ സിമ്പിൾ ആയിട്ട് മാറി. ഫോട്ടോ വോൾട്ടായിക് സെല്ലിലെ ഫോട്ടോ ഇലക്ട്രിക് സെല്ലിലെ ലൈറ്റ് എനർജിയെ, പ്രകാശോർജ്ജത്തെ നമ്മൾ എന്താക്കി മാറ്റുന്നു, ഇലക്ട്രിക്കൽ എനർജി ആക്കി, വൈദ്യുതോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി മറ്റു പല ഷിഫ്റ്റുകളിലും മറ്റു പല ചോദ്യപേപ്പറുകളിലും കാണാറുണ്ട്
വരാറുള്ള മറ്റൊരു ചോദ്യമാണ് ഈ ഫോട്ടോവോൾട്ടായിക് സെല്ലിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മെറ്റീരിയൽ ഏതാണ്? വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ദ മേക്കിംഗ് ഓഫ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഓഫ് എന്താ പറയുക ഫോട്ടോവോൾട്ടായിക് സെൽ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ചോദ്യം ഫ്രെയിം ചെയ്ത രീതിയിൽ തെറ്റുണ്ട്, ഞാൻ ഗ്രാമർ ഒന്നും നോക്കണ്ട, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഈ ഫോട്ടോവോൾട്ടായിക് സെൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, നമ്മുടെ സിലിക്കൺ ആണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. എനിക്കൊന്ന് ഈ ചോദ്യത്തെക്കാൾ കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എന്ത് ചെയ്യുക, ഒപ്പം ഓർത്ത് വെക്കുക. മൂന്നാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് നോൺ മെറ്റൽ കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി? താഴെ തന്നിട്ടുള്ളവയിലെ ഏത് നോൺ മെറ്റലാണ് വൈദ്യുതി കടത്തിവിടുന്നത്? നമുക്കറിയുന്ന വൈദ്യുതി കടത്തിവിടുന്ന വളരെ പ്രശസ്തമായ നോൺ മെറ്റലാണ്, മെറ്റൽ അല്ലാത്ത വസ്തുവാണ് ഇതെന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം ഗ്രാഫൈറ്റ് മെറ്റൽ ഒന്നുമല്ല, പക്ഷെ എന്താണ്, ഇറ്റ്സ് എ വെരി ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇനി ഒപ്പം തന്നെ ഒരു പോയിന്റ് കൂടി നോട്ട് ചെയ്യുക, ഇതിൽ തന്നെ ചോദ്യമായിട്ട് വരുന്നുണ്ട്, പക്ഷെ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ലെഡ് പെൻസിലിൽ ലെഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് നമ്മൾ പലരും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ടാവാം, പലർക്കും അറിയുന്നുണ്ടാവാം ലെഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത്. പക്ഷെ നമ്മൾ ലെഡ് പെൻസിലിൽ നമ്മൾ എഴുതുന്ന സാധാരണ ലെഡ് പെൻസിൽ അല്ലെങ്കിൽ സാധാരണ പെൻസിലിൻ്റെ ലെഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തു എന്ത് തന്നെയാണ്? ഗ്രാഫൈറ്റ് തന്നെയാണ്. ഇത് പലപ്പോഴും ഇങ്ങനെയൊക്കെ കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിക്കാറുണ്ട്. ലെഡ് പെൻസിൽ ഹാവ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ലെഡ്, എന്നിട്ട് ഓപ്ഷൻ ഉണ്ടാവും 0, 30, 40, 50. കാണുമ്പോൾ തന്നെ നമ്മൾ പറയണം ലെഡ് പെൻസിൽ എന്തില്ല, ലെഡ് ഇല്ല, പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ ഉള്ള സാധനം എന്താണ്? ലെഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഗ്രാഫൈറ്റ് ആണ്. നമ്മുടെ കൽക്കരിയുടെ അല്ലെങ്കിൽ കാർബണിന്റെ മറ്റൊരു രൂപമാണ്. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെന്റ്സ് ഈസ് യൂസ്ഡ് ടു മെഷർ അബ്സോർബ്ഡ് ഓർ ഇവോൾവ്ഡ് ഹീറ്റ്? അവിടെ ഉള്ളിലോട്ട് ആഗിരണം ചെയ്ത, വലിച്ചെടുത്ത അല്ലെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട, അവിടെ ഇവോൾവ് ചെയ്യപ്പെട്ട ഹീറ്റിന്റെ, താപത്തിന്റെ അളവ് അറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് മറ്റേതുമല്ലാതെ ഏതാണ്? അത് കാലറി മീറ്റർ ആണ് അല്ലെങ്കിൽ കലോറി മീറ്റർ ആണെന്ന് കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇതുപോലെ ഡയറക്റ്റായിട്ട് പലപ്പോഴും ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മൾ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ അബ്സോർബ് ചെയ്യപ്പെടുന്ന, അവിടെ ഇവോൾവ് ചെയ്യപ്പെടുന്ന ഹീറ്റ് അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഇതെന്ന് പറയുന്നത് കാലറി മീറ്റർ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് അബണ്ടന്റ് ആൻഡ് ലൈറ്റസ്റ്റ് ഗ്യാസ്? ആക്ച്വലി ഒരു ചോദ്യമാണെങ്കിലും അത് രണ്ട് ചോദ്യങ്ങളാണ്. വേണമെങ്കിൽ ഈ ലൈറ്റസ്റ്റ് ഗ്യാസ് ഇല്ലാതെ തന്നെ അവർക്ക് ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് അബണ്ടന്റ് ഗ്യാസ് ഇൻ ദ യൂണിവേഴ്സ്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ലൈറ്റസ്റ്റ് ഗ്യാസ് ഇൻ ദ യൂണിവേഴ്സ് എന്നൊക്കെ എന്ത് ചെയ്യാം, ചോദിക്കാം. ഇത് വളരെ ഒബ്വിയസ് ആണ്. അബണ്ടന്റും ആണ് ലൈറ്റസ്റ്റും ആണ്. ലൈറ്റസ്റ്റ് എന്ന് കണ്ടാൽ തന്നെ എല്ലാവർക്കും കിട്ടും. എന്താണ് ആൻസർ? ഹൈഡ്രജൻ ആണ്. ഈ അബണ്ടന്റ് പഠിക്കാനായിട്ട് പല ക്ലാസ്സുകളിലും ഞാനൊരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. UAE അല്ല, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, HNO, HBO അല്ല, HNO എന്ന് ഓർത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞത്. എന്താണ് ഞാൻ പറഞ്ഞത്? യൂണിവേഴ്സിലെ ഏറ്റവും അബണ്ടന്റ് ഗ്യാസ് ആണ് ചോദിക്കുന്നെങ്കിൽ അത് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നതും അല്ലേ. യൂണിവേഴ്സിലെ ഏറ്റവും അബണ്ടന്റ് ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ ആണ്. U for യൂണിവേഴ്സ്, H for ഹൈഡ്രജൻ. എ എന്താണ്? എ അറ്റ്മോസ്ഫിയർ ആണ് അല്ലെ. അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്, ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, അത് ഏതാണ്? അത് നൈട്രജൻ ആണ്. യൂണിവേഴ്സൽ ഹൈഡ്രജൻ, അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ. ഇനി എർത്തിന്റെ ക്രസ്റ്റിൽ, ഭൂവൽക്കത്തിലാണ് ചോദിക്കുന്നെങ്കിൽ ഏതാണ്? അത് ഓക്സിജൻ ആണ്. അപ്പൊ ഈ HNO അങ്ങ് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, അതിലൊരു മാർക്കും പോകില്ല. ഏത് ചോദിച്ചാലും കിട്ടും. യൂണിവേഴ്സ് ആണോ ഹൈഡ്രജൻ, അറ്റ്മോസ്ഫിയർ ആണോ നൈട്രജൻ, എർത്തിന്റെ ക്രസ്റ്റ് ആണോ അതെന്താണ്? അത് ഓക്സിജൻ ആണെന്നും എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പൊ വീണ്ടും ഒരു ചോദ്യം വെച്ച് നമ്മൾ 3 ചോദ്യം പഠിച്ചു. ഇങ്ങനെയാണ് നമ്മൾ ഫുൾ ഇതുവരെയുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ. ജിയുടെ ഓൾറെഡി ഹിസ്റ്ററിയും ദെൻ അതുപോലെ തന്നെ ഫിസിക്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ ബയോളജിയും ബാക്കി ക്ലാസ്സുകളെല്ലാം വരുന്നുണ്ട്. അത് കാണാത്തുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. എല്ലാം കൂടി നമ്മൾ പതിപോലെ ഒരു പ്ലേലിസ്റ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാം. അപ്പോൾ വീണ്ടും ഇത് കഴിഞ്ഞിട്ട് പോയി കണ്ടാൽ മതി, ഇപ്പം തന്നെ പോയി കാണണം, തിരക്കൊന്നുമില്ല. നമ്മൾ ഓർഡറിലൊന്നും ഇമ്പോർട്ടൻ്റ് ഇല്ല, ചോദ്യങ്ങളും ഒപ്പമുള്ള ഫാക്ട് നമ്മൾ പറഞ്ഞു പോകണല്ലോ. അപ്പോൾ നമ്മൾ 5 ചോദ്യങ്ങളാണ് പഠിച്ചത്. ഞാൻ പെട്ടെന്നൊന്ന് നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് തരാം. മോഡേൺ കെമിസ്ട്രിയുടെ പിതാവാണ് ചോദിക്കുന്നെങ്കിൽ അത് ആന്റണി ലാവോസിയെ ആണ്. ഫോട്ടോവോൾട്ടായിക് സെല്ലിൽ ലൈറ്റ് എനർജിയാണ് ഇലക്ട്രിക് എനർജി ആക്കി മാറ്റുന്നത്. അതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണ് സിലിക്കൺ എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യപ്പെടുന്ന നോൺ മെറ്റൽ ആണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ലെഡ് പെൻസിലുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഇതേ ഗ്രാഫൈറ്റ് തന്നെയാണ്. ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ അബ്സോർബ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇവോൾവ് ചെയ്യപ്പെടുന്ന ഹീറ്റ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് കാലറി മീറ്റർ എന്ന് പറയുന്നത്. യൂണിവേഴ്സിലെ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും അബണ്ടന്റ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് കേട്ടോ, അർത്ഥം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അല്ലെങ്കിൽ ലൈറ്റസ്റ്റ് ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആണ്. പിന്നെ നമ്മൾ ഒപ്പം പഠിച്ചു യൂണിവേഴ്സിൽ ഹൈഡ്രജൻ ആണെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ ആണുള്ളത്, എർത്തിന്റെ ക്രസ്റ്റിൽ ഏതാണുള്ളത്? ഓക്സിജൻ ആണുള്ളതെന്നും ഓർത്തു വെക്കുക. 5 ചോദ്യങ്ങൾ കഴിഞ്ഞു. നമ്മുടെ 6ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. 6ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓഫ് ലെയേഴ്സ് ഓഫ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ ക്യാൻ ബി ഡിപ്ലീറ്റഡ് ബൈ ദ യൂസ് ഓഫ് ക്ലോറോ ഫ്ലൂറോ കാർബൺസ്? CFCയുടെ ഫുൾ ഫോം എന്താണെന്നൊക്കെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. CFCയുടെ ഫുൾ ഫോം ആണ് ഇതെന്ന് പറയുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്നത്.
ഈ CFCയുടെ അല്ലെങ്കിൽ ഫ്രിയോണിൻ്റെ അല്ലെങ്കിൽ എയറോസോൾ സ്പ്രേസിൻ്റെ ഒക്കെ എന്താ പറയുക പ്രവർത്തനം കാരണം അറ്റ്മോസ്ഫിയറിലെ നമ്മുടെ അന്തരീക്ഷത്തിലെ ഏത് ലെയറാണ് ഡിപ്ലീറ്റഡ് ആവുന്നത്, ഇല്ലാതാവുന്നത് അല്ലേ? അതിലൊരു ഹോള് വന്നു, അന്റാർട്ടിക് ഏരിയയിൽ ഹോള് വന്നു എന്നൊക്കെ പറഞ്ഞ്, പിന്നെ നമ്മുടെ ഈ കൊറോണ ലോക്ക്ഡൗൺ ഇതൊക്കെ വന്നപ്പോൾ ആ ഹോളിൻ്റെ വലിപ്പം ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. ഏത് ലെയറാണ്? ഓസോണിലാണ്. ഓസോൺ പാളിയിൽ വിള്ളൽ വന്നു, ഓസോൺ ലെയർ ഡിപ്ലീഷൻ അല്ലേ? നമ്മുടെ ഹാംഫുൾ ആയിട്ടുള്ള റേസിൽ നിന്നൊക്കെ, അൾട്രാ വയലറ്റ് റേസിൽ നിന്നൊക്കെ, സൂര്യൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാ വയലറ്റ് UV റേസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ലെയർ ആണ് ഇതെന്ന് പറയുന്നത് ഓസോൺ. ഓസോണിന്റെ ഫോർമുല എല്ലാവർക്കും അറിയാലോ, O3 ആണ് കേട്ടോ. അതും ഈ അടുത്ത് എനിക്കൊന്ന് RRB NTPC ലാസ്റ്റ് നടന്ന NTPCയിലാണെന്ന് തോന്നുന്നു ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ CFC നമ്മുടെ ഫ്രിഡ്ജൊക്കെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നാണ് അല്ലേ? ഫ്രിയോൺ ഉണ്ട്, അതൊക്കെ എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യപ്പെടുമ്പോഴാണ് ഓസോൺ ഡിപ്ലീറ്റഡ് ആവുന്നത്. അത് ഡിപ്ലീറ്റ് ചെയ്ത് എന്താ റിയാക്ട് ചെയ്തത് ഓക്സിജൻ ആയിട്ട് മാറി എന്ത് ചെയ്യാണ്, പോവുകയാണ് ഉണ്ടാവുന്നത്. 7ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് ദ കോമൺ കിച്ചൺ ഇൻഗ്രീഡിയൻറ്റ് നെയ്മഡ് ബേക്കിംഗ് സോഡ? ഇതെനിക്ക് പറഞ്ഞ് മതിയായ ചോദ്യമാണ്. അത്രയും തവണ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. എപ്പോഴും ഞാൻ നിങ്ങൾക്ക് ഇതിൽ പണിയും തരാറുണ്ട്. ബേക്കിംഗ് സോഡയുടെ കെമിക്കൽ നെയിമാണ് ചോദിക്കുന്നെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് അതെന്താണ്, അത് സോഡിയം ബൈകാർബണേറ്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പണിയൊന്നും തന്നില്ല എന്ന് പറഞ്ഞാൽ ആരോ പരാതി പറയുന്നുണ്ടായിരുന്നു. വളരെ നല്ലത്, എനിക്ക് സന്തോഷമായി. ഞാനത് അറിയാതെ എന്താ പറയുക, അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് അങ്ങനെ ചെയ്തതല്ല, ഞാൻ മനഃപൂർവ്വം അല്ലെങ്കിൽ പണി തരുന്നില്ല എന്ന് വിചാരിച്ചതുമല്ല, അങ്ങനെ എന്താണ് വിട്ടുപോയതാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ ഇപ്പം തന്നെ നിങ്ങൾക്കൊരു പണി തരാം. ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് സോഡിയം ബൈകാർബണേറ്റ് ആണ് അല്ലെ? BB എന്ന് ഓർക്കാനാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള മറ്റൊരു കെമിക്കലാണ് ഇതെന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കെമിക്കൽ നെയിം എന്താണെന്ന് നിങ്ങൾ എനിക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു തരണം. അപ്പോൾ ഒപ്പം നിങ്ങൾക്ക് ഞാൻ 2 പണിയാണ് തരാം. 2 കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. 1 കെമിക്കൽ നെയിം എന്താണെന്ന് പറഞ്ഞു തരണം, 2 കെമിക്കൽ ഫോർമുല എന്താണെന്ന് പറഞ്ഞു തരണം. എങ്കിൽ 3ാമതൊരു പണി കൂടി തരാം. ഈ സോഡിയം ബൈകാർബണേറ്റിന്റെ കെമിക്കൽ ഫോർമുലയും പറഞ്ഞു തരണം. അറിയാത്തവർ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ഗ്രൂപ്പ് ഡിക്ക് ഒരുപാട് ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമാണ് ഈ ഫോർമുലാസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ക്ലാസ്സുകളിലും മുമ്പ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള തന്നെയാണ്. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ 3 കാര്യങ്ങളാണ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ടത്. നിങ്ങളത് വളരെ വൃത്തിയായിട്ടൊരു കമൻ്റ് ആയിട്ട് ഇടണം. ബേക്കിംഗ് സോഡ ഹൈഫൺ സോഡിയം ബൈകാർബണേറ്റ് ഹൈഫൺ അതിൻ്റെ കെമിക്കൽ ഫോർമുല, താഴെ സോഡിയം കാർബണേറ്റ് ഹൈഫൺ അതിൻ്റെ കെമിക്കൽ നെയിം ഹൈഫൺ അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്നിങ്ങനെ താഴെ എനിക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ താഴെ ഒരു കമൻറ്റ് ഇടണം. നിങ്ങൾ അതിൻ്റെ ആൻസർ എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ അത് കിട്ടിയല്ലോ. അപ്പോൾ സോഡിയം ബൈകാർബണേറ്റ് ആണ് ബേക്കിംഗ് സോഡ, അതിൽ സംശയമൊന്നുമില്ല. ബാക്കി നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും. 8ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്? താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ കെമിസ്ട്രിയിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരുന്നു 2 തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളുണ്ട് പ്രധാനമായിട്ടും. ഒന്ന് തെർമോ പ്ലാസ്റ്റിക് ആണ്, ഒന്ന് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണെന്ന് പറഞ്ഞിരുന്നു. എന്താണ് അവയുടെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തെർമോപ്ലാസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിമേഴ്സ് വിച്ച് ക്യാൻ ബി ഈസിലി സോഫ്റ്റൻഡ് റിപ്പീറ്റഡ്ലി വെൻ ഹീറ്റഡ് ആൻഡ് ഹാർഡൻഡ് വെൻ കൂൾഡ് വിത്ത് ലിറ്റിൽ ചേഞ്ച് ഇൻ ദ പ്രോപ്പർട്ടീസ്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, റീഹീറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, വീണ്ടും യൂസ് ചെയ്യാം. അത് ഹീറ്റ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആവും, നമുക്ക് വേണ്ട ഷേപ്പിലോട്ട് മാറ്റിയെടുക്കാം. വീണ്ടും വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ ഹീറ്റ് ചെയ്യാം, വീണ്ടും വേണ്ട ഷേപ്പിലോട്ട് മാറ്റിയെടുക്കാം. അങ്ങനെ അത് ആ പ്രോപ്പർട്ടീസിലേക്ക് എന്തുണ്ടാവുള്ളൂ, ചെറിയ ചെഞ്ചുകൾ ഉണ്ടാവുള്ളൂ. നമ്മുടെ വീട്ടിലെടുത്ത PVC പൈപ്പൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ ചൂടാക്കുമ്പോൾ എന്താവും, അതിന് വലുതാക്കി നമ്മൾ ഉള്ളിലോട്ട് പൈപ്പൊക്കെ കയറ്റി വയ്ക്കുന്നത് പ്ലംബേഴ്സ് ഒക്കെ പണിയെടുക്കുന്നത് നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ടാവും. സോ അത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അതെന്താണ്, വീണ്ടും റീഹീറ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അതിന് എക്സാമ്പിൾസ് ആണ് PVCയും ടെഫ്ലോണും എന്ന് പറയുന്നത്. PVCയുടെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാം, പോളിവിനൈൽ ക്ലോറൈഡ് ആണ്. അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്തുള്ളൂ, അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. അതേസമയം ഒരിക്കൽ ഹീറ്റ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെർമോ സെറ്റിംഗ്, ഹീറ്റ് ചെയ്ത്, തെർമോ എന്ന് വെച്ചാൽ അറിയാലോ ടെമ്പറേച്ചർ ആണ്, സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കൊന്നും വേറൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ, പെർമനൻ്റ്ലി അത് ആ ഷേപ്പിലോട്ട് മാറുന്ന പ്ലാസ്റ്റിക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര വേണേലും വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുന്നതിനെ നമ്മൾ തെർമോ പ്ലാസ്റ്റിക് എന്നും, റീഹീറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതിന് നമ്മൾ തെർമോ പ്ലാസ്റ്റിക് എന്നും, ഒരിക്കൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തതിന് നമ്മൾ എന്തെന്ന് പറയും, തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയും. ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ബേക്ക്ലൈറ്റ് ആണ്. ഇതുപോലെ തന്നെ ഞാൻ കെമിസ്ട്രി കോഴ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്, കണ്ടോ. ഇതൊക്കെ അങ്ങനെയാണ്. അപ്പം നമ്മൾ ഈ സ്ഥിരം ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക, അറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുക തന്നെ ചെയ്യും. അപ്പോൾ ഈ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ ആണ് എന്ന് പറഞ്ഞാൽ ബേക്ക്ലൈറ്റ് എന്ന് പറയുന്നത്. ഈ ബേക്ക്ലൈറ്റ് ആണ് ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. പോളിസ്റ്ററും അതിനൊരു ആൻസർ തന്നെയാണ്. പക്ഷേ ബേക്ക്ലൈറ്റിന് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകത കൂടിയുണ്ട്, പലപ്പോഴും അതും ചോദിക്കാറുണ്ട്. ആദ്യത്തെ കുറച്ച് പേരെങ്കിലും പറയുന്നുണ്ട് ആദ്യത്തെ ഡാഷ് പ്ലാസ്റ്റിക് ആണ്. പലരും മിട്ടുക്കന്മാർ ഫസ്റ്റ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയും. അതല്ല കേട്ടോ വേണ്ടത്. നമുക്ക് വേണ്ടത് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ പ്ലാസ്റ്റിക് ആണ്. മനുഷ്യൻ ആദ്യമായി
കൃത്രിമമായി നിർമ്മിച്ച പ്ലാസ്റ്റിക് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം എന്ത് തന്നെയാണ്? നമ്മുടെ ബേക്ക്ലൈറ്റ് തന്നെയാണ്. അറിയാലോ, വീട്ടിലെ പഴയ സ്വിച്ചൊക്കെ കറുത്ത പഴയ സ്വിച്ചുകൾ ഉണ്ടാവില്ല. ഇപ്പോഴത്തെ നമ്മുടെ സ്വിച്ച് അല്ല, പഴയ സ്വിച്ചുകൾ. ഇപ്പം മേലോട്ടും താഴോട്ടൊക്കെ തട്ടുന്നത് പഴയ വീടുകളിലൊക്കെ ഇപ്പോഴും ഉണ്ടാവും. പഴയ തറവാടുകളിലോ അല്ലെങ്കിൽ പഴയ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഒരു പടം ഞാൻ ഇടാൻ മറന്നുപോയി. അപ്പോൾ ഇതാണ് തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ PVCയും ടെഫ്ലോണും ആകുമ്പോൾ വീട്ടിലെ പൈപ്പൊക്കെ ആലോചിച്ചാൽ മതി. ഇതിൻ്റെ എക്സാമ്പിൾ എന്താണ്? ബേക്ക്ലൈറ്റും പോളിസ്റ്ററും ആണ്. ഇതിലെ ബേക്ക്ലൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. സോ താഴെ തന്നിട്ടുള്ള തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ ഏതാണ്? ബേക്ക്ലൈറ്റ് ആണ്. 9ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് ഗ്യാസസ്? അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഗ്യാസസ് നൈദർ ഹാവ് ഡെഫിനിറ്റ് വോളിയം നോർ ഡെഫിനിറ്റ് ഷേപ്പ് അല്ലേ? നമ്മൾ എപ്പോഴും ഗ്യാസിന്റെ പ്രോപ്പർട്ടി പറയുമ്പോൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതിലോട്ട് ഇനി അധികം പോകുന്നില്ല. 10ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്യാസസ് ഈസ് നെസസറി ഫോർ കമ്പഷൻ? കമ്പസ്റ്റ് ചെയ്യാൻ, ഒരു വസ്തു കത്താനായിട്ട് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള, ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വാതകം ഏതാണ്? ഗ്യാസ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു പാത്രത്തിൽ ഒരു സാധനം കത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളത് മൂടി വെച്ച് കഴിഞ്ഞാൽ എന്തായും? അത് കെടും അല്ലേ? നമുക്ക് അറിയുന്നതാണ്. അതിനുള്ള റീസൺ എന്താ? നമ്മൾ ആ മൂടി വെക്കുമ്പോൾ അവിടെ എന്തിൻ്റെ അളവ് കുറയും? അവിടെ ഓക്സിജന്റെ അളവ് കുറയും. അങ്ങനെ ഓക്സിജന്റെ അളവ് കുറയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആ കത്തിക്കൊണ്ടിരിക്കുന്നത് കെടുന്നത്. അപ്പോൾ കമ്പഷന് വേണ്ടി, ജ്വലനത്തിന് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാതകം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓക്സിജൻ ആണ്. ഓക്സിജൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു വസ്തുവിനെ കത്തിത്തീരാൻ പറ്റുള്ളൂ. ഇപ്പോൾ വീണ്ടും 5 ചോദ്യങ്ങളും കൂടെ കുറച്ചെങ്കിലും എക്സ്ട്രാ ഫാക്ട്സും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഫ്ലൂറോ കാർബൺസിന്റെ പ്രവർത്തനം കൊണ്ട് നമുക്ക് നഷ്ടമാവുന്നത് ഓസോൺ ലെയർ ആണ്. ഓസോണിന്റെ ഫോർമുല എന്ന് പറയുന്നത് O3 ആണ്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ബേക്കിംഗ് സോഡ സോഡിയം ബൈകാർബണേറ്റ് ആണ്. കെമിക്കൽ ഫോർമുല നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും. സോഡിയം കാർബണേറ്റ് എന്താണെന്നും അതിന്റെ കെമിക്കൽ ഫോർമുല എന്താണെന്നും നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും. ഇത് BB എന്ന് ഓർത്ത് വയ്ക്കുക. ഇവിടെ B അല്ലാത്തൊരു സാധനമാണ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും തെർമോപ്ലാസ്റ്റിക്കും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു. ഒരിക്കൽ ചൂടാക്കിയാൽ പിന്നെ ഒരിക്കലും അതിന് മാറ്റം വരാതെ പെർമനന്റ് ആയിട്ട് മാറുന്നതിനെ നമ്മൾ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്നും, എന്നാൽ എത്ര വട്ടം വേണേലും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കാൻ പറ്റുന്നതിനെ നമ്മൾ തെർമോപ്ലാസ്റ്റിക് എന്നും പഠിച്ചു. അതിന്റെ എക്സാമ്പിൾ PVCയും ടെഫ്ലോൺ ആണ്. PVCയുടെ ഫുൾ ഫോം പോളിവിനൈൽ ക്ലോറൈഡ് ആണ്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന്റെ എക്സാമ്പിൾ ബേക്ക്ലൈറ്റും പോളിയസ്റ്ററും ആണ്. ഈ ബേക്ക്ലൈറ്റ് ആണ് മനുഷ്യൻ ആദ്യമായി കൃത്രിമമായി ഉണ്ടാക്കിയ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. പിന്നെ വാതകങ്ങളുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ദേ നൈദർ ഹാവ് എ ഡെഫിനിറ്റ് വോളിയം ഓർ എ ഡെഫിനിറ്റ് ഷേപ്പ് നോർ എ ഡെഫിനിറ്റ് ഷേപ്പ് അല്ലേ? അതുപോലെ കമ്പഷന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാതകമാണ് ഇതെന്ന് പറയുന്നത് ഓക്സിജൻ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. academies.online.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര്. ഈ വെബ്സൈറ്റിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് CGL, CHSL, MTS, NTPC, ഗ്രൂപ്പ് ഡി തുടങ്ങിയ കോഴ്സുകളുടെ കംപ്ലീറ്റ് കോഴ്സുകളും അതുപോലെ തന്നെ സബ്ജക്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പെയ്ഡ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾറെഡി കോഴ്സ് എടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്ത് പോകാം. കാരണം നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നവരാണ്. അല്ലാത്തവർ ഒന്ന് കേട്ടിരിക്കുക. നിങ്ങളിങ്ങനെ എടുക്കുമ്പോൾ ആദ്യം തന്നെ സൈൻ ഇൻ ടു അറ്റൻഡ് ക്ലാസ്സസ് എന്ന് കാണിക്കും. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇമെയിൽ ID വെച്ച് Gmail ID വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഒറ്റ ഇമെയിൽ ID ഉള്ളെങ്കിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി സൈറ്റിനകത്ത് എത്തിയിട്ടുണ്ടാവും. ഒന്നിൽ കൂടുതൽ എണ്ണം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ അത് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇമെയിൽ ID നിങ്ങൾ യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്ത് എന്ത് ചെയ്യുക? സൈറ്റിനകത്തോട്ട് നിങ്ങൾക്ക് സൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കോഴ്സുകളിലൂടെ കാണാൻ കഴിയും. ഈ കോഴ്സുകളിൽ എല്ലാ കോഴ്സുകളും തന്നെ SSC RRB ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. കേരള ഹിസ്റ്ററി ഒഴികെ കേരള PSCക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കോഴ്സാണ്. നമ്മുടെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ SSC CGL ഒരു കോഴ്സ്, CHSL ഒരു കോഴ്സ്, MTS ഒരു കോഴ്സ് അങ്ങനെയല്ല, അല്ലെങ്കിൽ NTPCക്ക് ഒരു കോഴ്സ്, ഗ്രൂപ്പ് ഡിക്ക് ഒരു കോഴ്സ് അങ്ങനെയല്ല. നമ്മൾ എല്ലാ SSC RRB പരീക്ഷകൾക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് കോഴ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കോഴ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ RRB SSC പരീക്ഷകൾക്കും ലൈഫ് ടൈം വാലിഡിറ്റിയോടുകൂടി നിങ്ങൾക്ക് എല്ലാ കാലത്തും അല്ലെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ മാക്സിമം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മുടെ എല്ലാ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി കോഴ്സിനെ പറ്റി പറയുന്ന സമയത്ത് ഇതിലിപ്പോൾ ഞാൻ എന്താണ് ഞാൻ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്കറിയാം SSCക്ക് ഇംഗ്ലീഷ് ഉണ്ട്, RRBക്ക് എന്തില്ല? ഇംഗ്ലീഷ് ഇല്ല. സോ SSC MTSനാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ RRB NTPCക്കാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ ഇതിൽ അഡ്വാൻസ്ഡ് മാത്സും ഇംഗ്ലീഷും എന്തില്ല? നിങ്ങൾക്ക് ആവശ്യമില്ല. RRB NTPCക്ക് ആണെങ്കിൽ ബാക്കി എല്ലാ സബ്ജക്ട്സും, കേരള ഹിസ്റ്ററി വിട്ടേക്ക്, അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, ബാക്കി എല്ലാം എന്ത് ചെയ്യേണ്ടതുണ്ട്? നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതേസമയം MTSനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതിനോട് ഇംഗ്ലീഷ് കൂടി നിങ്ങൾ എടുക്കണം എന്ന് പറയും. അതേസമയം നിങ്ങൾ ഇനി CGL CHSL ആണെങ്കിൽ ഇംഗ്ലീഷ് മാത്രം പോരാ, കൂടി എന്തുകൂടി നിങ്ങൾ പഠിക്കണം? അഡ്വാൻസ്ഡ് മാത്സ് കൂടി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിന് ഫീ ഡീറ്റെയിൽസും ഞാൻ സൈഡിൽ കൊടുക്കാം. CGL CHSL MTS NTPC ഗ്രൂപ്പ് ഡി തുടങ്ങിയത് പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റ് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇനി നമ്മളൊരു കോഴ്സിനകത്ത് കയറി കഴിഞ്ഞാൽ, ഇപ്പോൾ ഫിസിക്സിനകത്ത് നമ്മൾ കയറാമെന്ന് വിചാരിക്കുക. ഫിസിക്സിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. പക്ഷേ നിങ്ങൾ അത് കരുതി നിങ്ങൾക്ക് ഒറ്റ ക്ലാസ്സും കാണിക്കാതെയല്ല നമ്മൾ ചെയ്യുന്നത്. എല്ലാ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെക്ഷൻസ് കാണാൻ കഴിയുന്നുണ്ട്. ഫിസിക്സ്, ആസ്ട്രോണമി, ഫിസിക്സ് പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? ഇതിൽ എല്ലാ സെക്ഷനിലെയും ആദ്യത്തെ ക്ലാസ്സും ആദ്യത്തെ പരീക്ഷ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡെമോ ക്ലാസ്സുകളും ഡെമോ എക്സാംസും ആണ്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും 10 ചോദ്യങ്ങളുടെ ഒരു പരീക്ഷ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ്
നമ്മളവിടെ എന്ത് ചെയ്യുന്നത്, നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതൊരു വലിയൊരു കിടിലൻ റിവിഷൻ ടെക്നിക്കാണ്. അതുകൊണ്ട് ക്ലാസ്സുകൾ കാണാം, ആ പരീക്ഷ അറ്റൻഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് അത് യൂസ്ഫുൾ ആണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കോഴ്സ് എടുക്കാം. എങ്ങനെയാണ് കോഴ്സ് എടുക്കേണ്ടത്, എന്താണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം എന്ത് ചെയ്യാം, ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യാം. ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, അതുപോലെ തന്നെ റീസണിങ്, മാത്സ്, കമ്പ്യൂട്ടർ നോളേജ്, സ്റ്റാറ്റിക് ജികെയിലെ നല്ലൊരു ഭാഗം എല്ലാം ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതല്ലാതെ പൊളിറ്റി, കറണ്ട് അഫയേഴ്സ് അതിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ജിയോഗ്രഫിയും എക്കണോമിക്സും സ്റ്റാറ്റിക് ജികെയിലെ നല്ലൊരു ഭാഗം ദാസനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇംഗ്ലീഷ് നമ്മുടെ സ്മിത മിസ്സാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് മാത്സ് ആണെങ്കിൽ 2 വട്ടം CGയിൽ അച്ചീവ് ചെയ്തിട്ടുള്ള സനൂപാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ എല്ലാ കോഴ്സുകളും ഏത് എഡ്യൂക്കേറ്റർ ആയാലും നമ്മൾ അത്രയും എന്താ പറയുക, എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് എത്രത്തോളം നന്നായി തരാൻ പറ്റുമോ അത്രത്തോളം നന്നായി തരാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു വെബ്സൈറ്റിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ കയറി നോക്കുക, ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഉറപ്പിച്ചു തരാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രമല്ലേ നിങ്ങളിത് എടുത്തിട്ട് കാര്യമുള്ളൂ. മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും നേരം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിരുന്നതിന് നന്ദി. നമുക്ക് എങ്ങോട്ട് തന്നെ പോവാം, തിരിച്ച് നമ്മുടെ ക്ലാസ്സിലോട്ട് തന്നെ പോവാം. അടുത്ത ചോദ്യം, 11ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാല്യൂസ് റെപ്രസെന്റ്സ് ദ pH ഓഫ് ആൻ ആസിഡിക് സൊല്യൂഷൻ. ഒരു ആസിഡിക് സൊല്യൂഷന്റെ pH വാല്യൂ താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം pH വാല്യൂ, പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ സൊറൻസൻ കണ്ടുപിടിച്ചു അല്ലെ, pH സ്കെയിൽ കണ്ടുപിടിക്കുന്നത് സൊറൻസൻ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ ആസിഡിക് സൊല്യൂഷൻ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്, നമ്മൾ 7 ബേസ് ആയിട്ട് വരാറുള്ളത് അല്ലേ. ലെസ് ദാൻ 7 ആണെങ്കിൽ നമ്മൾ ആ pH വാല്യൂ, ഒരു വസ്തുവിൻ്റെ ലെസ് ദാൻ 7 ആണ് pH വാല്യൂ എങ്കിൽ നമ്മൾ ആസിഡിക് എന്നും, ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്നും പറയുന്നു, നമ്മൾ അതിനെ ബേസിക് എന്നും പറയുന്നു അല്ലേ. ഇനിയിപ്പോൾ ആ വാല്യൂ ഈക്വൽ ടു 7 ആണെങ്കിൽ നമ്മൾ അതിന് എന്തായിട്ടാണ് പറയുക, അതൊരു ന്യൂട്രൽ സബ്സ്റ്റൻസ് ആണ്. അത് ബേസും അല്ല വാട്ടറും അല്ല, ബേസും അല്ല ആസിഡും അല്ല. എക്സാമ്പിൾ എന്താണ്, വാട്ടർ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ആസിഡിക് സൊല്യൂഷൻ്റെ pH വാല്യൂ എന്ന് പറയുമ്പോൾ എന്താ, എനിത്തിങ് ലെസ് ദാൻ 7 എന്തായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും, ഒരു വസ്തുവിൻ്റെ ആസിഡിക് സൊല്യൂഷൻ്റെ pH ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ ഓപ്ഷൻ ഉണ്ടായിരുന്ന 2 ആണ്, ബട്ട് അതൊരു ഇറലവൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. കാരണം ഓപ്ഷനിൽ 7 താഴെ എന്തും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഒരു വസ്തുവിൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് 7 കുറവാണെങ്കിൽ അത് അസിഡിക്കും, 7 കൂടുതലാണെങ്കിൽ അത് ബേസിക്കും ആണ്. ഇനി 7 തന്നെയാണെങ്കിൽ അത് എന്താണ്, അത് ന്യൂട്രൽ ആണ്. ആസിഡുകളെ പറ്റി പറയുമ്പോൾ മറ്റൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസിഡ് ഈസ് പ്രൈമറിലി പ്രസന്റ് ഇൻ ഗ്രേപ്സ്. മുന്തിരികളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണപ്പെടുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ക്ലൂ തരാം. ഇതേ ആസിഡ് തന്നെയാണ് എവിടെ ഉള്ളത്, ടാമറിൻ്റെ വാളൻ പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് എന്ന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അത് ഓർക്കാൻ ഞാൻ നിങ്ങൾക്കൊരു കോഡും പറഞ്ഞിരുന്നു, ടാറ്റ എന്ന് ഓർത്താൽ മതി എന്ന് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ. എന്ത് ആസിഡാണത്, അത് ഇറ്റ്സ് നൺ അതർ ദാൻ ടാർട്ടാറിക് ആസിഡ്. അപ്പൊ ഗ്രേപ്സിലും വാളൻ പുളിയിലും അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, അത് ടാർട്ടാറിക് ആസിഡ് ആണ്. ഇനി മാറിപ്പോ ഇല്ല. 13ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ കെമിക്കൽ സിമ്പിൾ ഓഫ് സിൽവർ. സിൽവറിന്റെ കെമിക്കൽ സിമ്പിൾ എന്താണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം സിൽവർ ഏറ്റവും കൂടുതൽ പണ്ടുണ്ടായിരുന്ന അർജന്റീനയിൽ നിന്നായതുകൊണ്ടും അർജന്റം എന്നാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ നമ്മൾ പേരിട്ടിരുന്നത് അല്ലേ. ആ അർജന്റത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, സിൽവറിന്റെ പേര് ലോപിച്ച് AG എന്ന് വരുന്നത്. സോ സിൽവറിന്റെ സിമ്പിൾ എസും ഐയും എല്ലും ഒന്നും അല്ല, അതെന്താണ്, അത് അർജന്റം എന്നുള്ളത് അതിൻ്റെ മറ്റൊരു പേരാണ്. സോ അതിൻ്റെ സിമ്പിൾ ഏതാണ്, AG ആണ്. 14ാമത്തെ ചോദ്യം, ഈ ചോദ്യം എനിക്ക് ഒരുപക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ SSCയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സയൻസിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും ചോദ്യം എന്ന് പറയുന്നത് കേട്ടോ. 14ാം ചോദ്യം കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഗാൽവനൈസേഷൻ ഈസ് എ മെത്തേഡ് ഓഫ് പ്രൊട്ടക്ടിങ് സ്റ്റീൽ ആൻഡ് അയൺ ഫ്രം റസ്റ്റിംഗ് ബൈ കോട്ടിംഗ് ദം വിത്ത് എ തിൻ ലെയർ ഓഫ്. നമുക്കറിയാം ഇരുമ്പ് തുരുമ്പ് പിടിക്കാതിരിക്കാനായിട്ട് അതിന് എന്ത് ചെയ്യും, നമ്മളൊരു മെറ്റലിൻ്റെ ഒരു ലെയർ കൊടുക്കും. ആ ഒരു മെറ്റലിൻ്റെ ലെയർ കൊടുക്കുന്ന പരിപാടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അതായത് ഒരു സർഫസ് കോട്ടിംഗ് എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കുകയാണ് മെറ്റൽ അയണിന് നമ്മൾ സർഫസ് കോട്ടിംഗ് കൊടുക്കുകയാണ് ഇത് തുരുമ്പിക്കാതിരിക്കാനായിട്ട്. അങ്ങനെ ആ കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. എന്ത് മെറ്റൽ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതാണ്, എന്ത് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, സിങ്ക് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ തുരുമ്പിക്കാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പെയിന്റ് അടിക്കാറുണ്ട്, ഓയിൽ അടിക്കാറുണ്ട്, ഗ്രീസ് അടിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ഇതിൻ്റെ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളതുപോലെ ഗാൽവനൈസേഷൻ ഓഫ് അയൺ യൂസ് ചെയ്യുന്ന എന്താണ്, സിങ്കാണ്. അപ്പോൾ അതും കിട്ടിയില്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മനസ്സിൽ ഉറപ്പിച്ചോ. അത്രയും തവണ ചോദിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ എഴുതാൻ പോകുന്ന ഏതെങ്കിലുമൊക്കെ ഷിഫ്റ്റിൽ എന്തുണ്ടാവും, തീർച്ചയായിട്ടും ചോദ്യം ഉണ്ടാവും. 15ാമത്തെ ചോദ്യം എപ്പോഴും തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ മറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്, കാരണം അവർക്ക് ചേഞ്ച് വേണമല്ലോ അല്ലേ. ചേഞ്ച് ഇല്ലെങ്കിൽ എന്താ അല്ലേ ജീവിതത്തിലുള്ളത്. ഇപ്പോൾ 15ാമത്തെ ചോദ്യം, നൈട്രസ് ഓക്സൈഡ് ഈസ് എ കളർലെസ്, നിറമില്ല, ഓർഡർലെസ്, മണമില്ല, ഓർഡർലെസ് സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ്. ഇതിനൊരു വട്ടപ്പേരുണ്ട്, അല്ലെങ്കിൽ തിരിച്ചാണ് ചോദിക്കാറുള്ളത്. അത് എന്നിട്ട് അതിൻ്റെ കെമിക്കൽ നെയിം എന്താണ് ചോദിക്കാറുള്ളത്. നൈട്രസ് ഓക്സൈഡിൻ്റെ മറ്റൊരു പേര്, അല്ലെങ്കിൽ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു പേരാണ് ചിരിപ്പിക്കുന്ന വാതകം അഥവാ ലോഫിംഗ് ഗ്യാസ് എന്ന് പറയുന്നത്. ലോഫിംഗ് ഗ്യാസ് അല്ലെങ്കിൽ ചിരിപ്പിക്കുന്ന വാതകം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്, അത് നൈട്രസ് ഓക്സൈഡ് ആണ്. അപ്പോൾ വീണ്ടും 5 ചോദ്യങ്ങൾ പഠിച്ചില്ലേ.
ഒരു വസ്തുവിൻ്റെ pH വാല്യൂ 7ൽ താഴെയാണെങ്കിൽ അത് അസിഡിക് ആണ്, 7ൽ കൂടുതലാണെങ്കിൽ അത് ബേസിക് ആണ്, 7 ആണെങ്കിൽ അത് ന്യൂട്രൽ ആണ്. വാളൻപുളിയിലും മുന്തിരിയിലും അടങ്ങിയിട്ടുള്ള ആസിഡ് എന്ന് പറയുന്നത് ടാർട്ടാറിക് ആസിഡ് ആണ്. സിൽവറിന്റെ സിമ്പിൾ Ag ആണ്, അർജന്റം അതിന്റെ മറ്റൊരു പേരാണ്. ഗാൽവനൈസേഷൻ ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാൻ നമ്മൾ ചെയ്യുന്നതാണ്. സിങ്ക് വെച്ച് നമ്മളൊരു കോട്ടിംഗ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നൈട്രസ് ഓക്സൈഡ് ഒരു കളർലെസ്, നിറമില്ലാത്ത, ഓർഡർലെസ്, മണമില്ലാത്ത ഒരു വാതകമാണ്. അതിന്റെ മറ്റൊരു പേരാണ് ഇതെന്ന് പറയുന്നത് ലാഫിംഗ് ഗ്യാസ് എന്ന് പറയുന്നത്. സെറ്റല്ലേ? അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യം. വാട്ടർ containing dash at concentrations below 60 milligrams per liter is generally considered as soft. നമ്മൾ ഏത് തരത്തിലുള്ള വെള്ളത്തിനെയാണ് സോഫ്റ്റ് എന്ന് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എന്താണ് നിങ്ങൾക്ക് ഈ ഹാർഡ് വാട്ടർ എന്നും സോഫ്റ്റ് വാട്ടർ എന്നും ഒന്ന് പറഞ്ഞുതരാം. അതിൽ ഈ സോഫ്റ്റ് വാട്ടറിന്റെ ഡെഫിനിഷൻ നമ്മൾ പറയുന്നുണ്ട്. ഇതിൽ ഹാർഡ് വാട്ടറിന്റെ കേസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 2 തരത്തിലുള്ള ഹാർഡ്നെസ്സുകളാണ് നമുക്ക് പൊതുവെ വെള്ളത്തിന് ഉണ്ടാവാറുള്ളത്. നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ വീടുകളിൽ തന്നെ വെള്ളത്തിനൊക്കെ പ്രശ്നം ഉണ്ടാവാം, സോപ്പ് പതിയാത്തതോ ഇല്ലെങ്കിൽ കുടിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കട്ടി ഫീൽ ചെയ്യാന്നൊക്കെ നമ്മൾ പറയല്ലേ. അത് ലിറ്ററലി നമുക്ക് അങ്ങനെ നിങ്ങൾ ആ സെൻസിൽ ആലോചിക്കേണ്ട, അറിയുന്നുണ്ടാവില്ല എന്താണ് ഹാർഡ് വാട്ടർ എന്നുള്ളത്. എസ്പെഷ്യലി നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ ചിറ്റൂര, കൊല്ലംകോടിയിലുള്ളവർക്ക് എന്തിൻ്റെ ഭയങ്കരമായിട്ട് ഹാർഡ് വാട്ടർ ഉപ്പുവെള്ളം തന്നെ എന്ത് ചെയ്യാറുണ്ട്, കിട്ടാറുണ്ട്. കടലൊന്നുമില്ല, പക്ഷെ എന്ത് ചെയ്യാറുണ്ട്, ആ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ടെമ്പററി ഹാർഡ്നെസ് കൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത് അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ട്. ഹാർഡ്നെസ് കൊണ്ടാണ് എന്തുണ്ടാവുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ബൈകാർബണേറ്റ്സ്, അതായത് കാൽഷ്യം ബൈകാർബണേറ്റോ മഗ്നീഷ്യം ബൈകാർബണേറ്റോ ഉണ്ടാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാവുന്നത്, താൽക്കാലികമായിട്ടുള്ള ഹാർഡ്നെസ് ഉണ്ടാവുന്നത്. ഇത് നമുക്ക് വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഹാർഡ്നെസ് ഇല്ലാതാവും. അല്ലെങ്കിൽ ഇതിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്താലും എന്തുണ്ടാവും, ഈ ടെമ്പററി ഹാർഡ്നെസ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. എല്ലാം ചോദ്യങ്ങളാണ് കേട്ടോ, പലവട്ടം പല രീതിയിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ടെമ്പററി ഹാർഡ്നെസ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ബൈകാർബണേറ്റ്സ് ഓഫ്, ഒന്നുകിൽ കാൽഷ്യം ഉണ്ടാവും അല്ലെങ്കിൽ മഗ്നീഷ്യം ഉണ്ടാവും, ചിലപ്പോൾ രണ്ടും ഉണ്ടാവാറുണ്ട്. ടെമ്പററി ഹാർഡ്നെസ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ഡാഷ് ചോദിച്ചിട്ടുണ്ട്. ടെമ്പററി ഹാർഡ്നെസ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ആഡിങ് ഡാഷ് എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം എല്ലാം ചോദ്യമാണ്, ഓർത്ത് വയ്ക്കുക. ടെമ്പററി ഹാർഡ്നെസ് ആണെങ്കിൽ കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ബൈകാർബണേറ്റ്സ് ആണ്. വെള്ളം തിളപ്പിക്കുന്നതിലൂടെയോ അതിലോട്ട് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതേസമയം പെർമനന്റ് ഹാർഡ്നെസ് ആണെങ്കിൽ കാൽഷ്യം മഗ്നീഷ്യം തന്നെയാണ് വില്ലൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ ക്ലോറൈഡ്സും സൾഫേറ്റ്സും ആണ്. ഇവിടെ ബൈകാർബണേറ്റ്സ് ആയിരുന്നെങ്കിൽ ഇവിടെ എന്താണ്, ഇവിടെ ക്ലോറൈഡ്സും സൾഫേറ്റ്സും ആണ്. ഇത് റിമൂവ് ചെയ്യാൻ നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്, സോഡിയം കാർബണേറ്റ് ആണ് പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ ആഡ് ചെയ്യേണ്ടത്. ചുമ്മാ തിളപ്പിച്ചിട്ടൊന്നും കാര്യമില്ല, എന്ത് ആഡ് ചെയ്തേ പറ്റൂ, സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മൾ വെള്ളം ഹാർഡ് വാട്ടറും സോഫ്റ്റ് വാട്ടറും ഉണ്ടെന്ന് മനസ്സിലാക്കി. അതിൽ സോഫ്റ്റ് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, കാൽഷ്യം കാർബണേറ്റിന്റെ കോൺസെൻട്രേഷൻ 60 മില്ലിഗ്രാം പെർ ലിറ്ററിൽ കുറവാണെങ്കിലാണ് നമ്മൾ സോഫ്റ്റ് എന്ന് പറയാന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല അല്ലേ, അപ്പോൾ ഓർത്ത് വെച്ചോ. കാൽഷ്യം കാർബണേറ്റിന്റെ കോൺസെൻട്രേഷൻ 60 മില്ലിഗ്രാംസിൽ കുറയുമ്പോഴാണ്, പെർ ലിറ്റർ 60 മില്ലിഗ്രാംസിൽ കുറയുമ്പോഴാണ് നമ്മളതിനെ സോഫ്റ്റ് വാട്ടർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹാർഡ് വാട്ടർ ആണെങ്കിൽ അത് 2 ടൈപ്പ് ഉണ്ട്, ടെമ്പററി ഹാർഡ്നെസ്സും പെർമനന്റ് ഹാർഡ്നെസ്സും ഉണ്ട്. ടെമ്പററി ഹാർഡ്നെസ് കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ബൈകാർബണേറ്റ്സ് ആകുമ്പോൾ പെർമനന്റ് ഹാർഡ്നെസ് കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ക്ലോറൈഡ്സും സൾഫേറ്റ്സും ആവുന്നു. ടെമ്പററി ഹാർഡ്നെസ് തിളപ്പിക്കുന്നതിലൂടെയോ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്നതിലൂടെ ഇല്ലാതാക്കാമെങ്കിൽ പെർമനന്റ് ഹാർഡ്നെസ് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുന്നതിലൂടെയും എന്ത് ചെയ്യാൻ പറ്റും, ഇല്ലാതാക്കാൻ പറ്റും. സെറ്റല്ലേ? കുറേ കാര്യങ്ങൾ മനസ്സിലായില്ലേ? അത് അവിടെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യം. ഹൗ മെനി ആറ്റംസ് ആർ ദർ ഇൻ എ മീഥൈൻ മോളിക്യൂൾ? ഒരു മീഥൈൻ മോളിക്യൂൾ എത്ര ആറ്റം ഉണ്ടെന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റാൻ എന്ത് ചെയ്യണം, മീഥൈൻ്റെ ഫോർമുല അറിയണം. മീഥൈൻ്റെ ഫോർമുല എന്താ, CH4 ആണ്. എത്ര കാർബൺ ആറ്റം ഉണ്ട്, 1 എണ്ണം. എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, 4 എണ്ണം. അപ്പോൾ മൊത്തം എത്ര ഉണ്ട്, 1 + 4 5 എണ്ണം. സെറ്റല്ലേ? അപ്പോൾ ഒരു മീഥൈൻ മോളിക്യൂളിൽ CH4 5 മോളിക്യൂൾസ് ആണ് ഉള്ളത്. ഇനി 5 ആറ്റംസ് ആണ് ഉള്ളത്. ഇനി വേണേൽ ഡയറക്റ്റ് ആയിട്ട് എത്ര കാർബൺ ഉണ്ട് എത്ര ഹൈഡ്രജൻ ഉണ്ട് എന്നൊക്കെ എന്ത് ചെയ്യാം ചോദിക്കാം കേട്ടോ. അപ്പോഴും എന്ത് ചെയ്യാൻ പറ്റണം, സിമ്പിളായിട്ട് പറയാൻ പറ്റണം, ഫോർമുല അറിയാന്നുള്ളതേ ഉള്ളൂ. 18ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ പ്രൈമറി കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് എ പേൾ? പേളിന്റെ, മുത്തിന്റെ ഏറ്റവും പ്രധാനമായ കോൺസ്റ്റിറ്റ്യൂന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അതിനകത്തുള്ളത്? പ്രധാനമായും ഒരു പേളിനകത്തുള്ളത് കാൽഷ്യം കാർബണേറ്റ് ആണ്. കണ്ടോ, കാൽഷ്യം കാർബണേറ്റ് ഉത്തരം വരുന്നത് 2ാമത്തെ ചോദ്യമാണ്. ഇവിടെ നമ്മൾ ഓൾറെഡി സോഫ്റ്റ് വാട്ടറിന്റെ കേസിൽ പഠിച്ചു. ഇവിടുത്തെ അടുത്ത ചോദ്യമായിട്ട് എന്ത് ചെയ്തു, CaCO3 കാൽഷ്യം കാർബണേറ്റിനെ നമ്മൾ പഠിച്ചു. അടുത്തത് 19ാമത്തെ ചോദ്യം. ആൻ അലോയ് വിത്ത് ഡാഷ് ഇൻ ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് അമാൽഗം. ഒരു അലോയ്, ഒരു മെറ്റലിനോടൊപ്പം മറ്റൊരു മെറ്റൽ ചേർന്നിട്ടുണ്ടാകുമ്പോഴുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അലോയ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മെറ്റൽ, ഏത് മെറ്റലിൻ്റെ കൂടെ വരുമ്പോഴാണ് നമ്മളതിന് എന്തെന്ന് പറയുന്നത്, അമാൽഗം എന്ന് പറയുന്നത് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മെറ്റൽ മെർക്കുറി ആണെങ്കിൽ, ഒരു അലോയ് എന്ന് പറയുമ്പോൾ എന്താ, ലോഹസങ്കരം അല്ലെ, ഒന്നിൽ കൂടുതൽ മെറ്റലുകൾ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ലോഹസങ്കരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അലോയ് എന്ന് പറയുന്നത്. അതിൽ ഒരെണ്ണമെങ്കിലും മെർക്കുറി ആണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു,
അമാൽഗം എന്ന് വിളിക്കുന്നു. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇത് എന്ത് ചെയ്യില്ല, ഇരുമ്പ് ബോട്ടിലുകളുമായിട്ട് അല്ലെങ്കിൽ ഇരുമ്പുമായിട്ട് എന്ത് ചെയ്യില്ല, മെർക്കുറി അമാൽഗം ഫോം ചെയ്യില്ല. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ മെറ്റൽസ് ആയിട്ടും എന്ത് ചെയ്യും, മെർക്കുറി അമാൽഗം ഫോം ചെയ്യും. അതുകൊണ്ട് തന്നെ ചോദ്യം ഇങ്ങനെയാണ് വരാറുള്ളത്, മെർക്കുറി ഈസ് സ്റ്റോർഡ് ഇൻ അയൺ വെസൽസ് ബിക്കോസ് ഡാഷ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. മെർക്കുറി ഈസ് സ്റ്റോർഡ് ഇൻ അയൺ വെസൽസ് ബിക്കോസ് മെർക്കുറി ഡസൻ ഫോം അമാൽഗം വിത്ത് അയൺ. അതാണ് അതിന്റെ ആൻസർ ആയിട്ട് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. അതേസമയം വെള്ളിയുമായി ഉണ്ടാക്കുന്ന അമാൽഗം, വെള്ളിയും മെർക്കുറിയും ചേർന്ന് ഉണ്ടാക്കുന്ന സിൽവർ അമാൽഗമാണ് നമ്മൾ ഈ പല്ല് ഫില്ല് ചെയ്യാനൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ ഡെന്റിസ്റ്റ് ഉപയോഗിക്കാറുണ്ട്, പല്ല് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്താണ്, സിൽവർ അമാൽഗമാണ്. ഇപ്പോൾ മെർക്കുറിയുമായി ഉണ്ടാക്കുന്ന അലോയിയാണ് നമ്മൾ അമാൽഗം എന്ന് പറയുന്നത്. ഇരുമ്പുമായിട്ട് ഇത് ഫോം ചെയ്യില്ല. ദാറ്റ്സ് വൈ വി സ്റ്റോർ മെർക്കുറി ഇൻ അയൺ വെസൽസ് അല്ലെങ്കിൽ അയൺ ബോട്ടിൽസ്. സിൽവർ അമാൽഗമാണ് ഇന്ത്യൻ ഡെന്റിസ്റ്റിൽ യൂസ് ചെയ്യുന്നത്. സ്പെസിഫിക് ആയിട്ട് ഈ സിൽവർ അമാൽഗം എന്നുള്ളത് തന്നെ അറിഞ്ഞിരിക്കണം, എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അമാൽഗം എന്ന് വെച്ചാൽ ഒന്ന് മെർക്കുറിയാണ്, മറ്റത് എന്താണെന്നുള്ളത് എന്ത് ചെയ്താൽ മതി, നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ആൻ അലോയ് വിത്ത് ഡാഷ് ഇറ്റ് ഈസ് റെഫർഡ് ടു ആസ് അമാൽഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുല്ല് പോലെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആൻസർ എന്താണ്, ആൻസർ ഈസ് മെർക്കുറി. 20ാമത്തെ ചോദ്യം, വെൻ എ കെമിക്കൽ, നല്ലൊരു ചോദ്യമാണ് കേട്ടോ, നല്ലൊരു ചോദ്യമാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. വെൻ എ കെമിക്കൽ വിച്ച് ഈസ് ബേസിക് ഇൻ നേച്ചർ ഈസ് ട്രീറ്റഡ് വിത്ത് ടർമറിക് പേസ്റ്റ് ഇറ്റ് ടേൺസ് ഡാഷ് ഇൻ കളർ. ഞാൻ ഇതുവരെ അങ്ങനെ അധികം കണ്ടിട്ടില്ല, പക്ഷെ നല്ലൊരു ചോദ്യമായിട്ട് എനിക്ക് തോന്നി. ഒരു വസ്തു ബേസിക് നേച്ചറിലുള്ള ഒരു വസ്തുവാണ്, അതിനെ നമ്മൾ ടർമറിക് പേസ്റ്റുമായിട്ട്, മഞ്ഞൾ പേസ്റ്റുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് കളറായിട്ട് മാറും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ടർമറിക് എന്ന് പറയുന്ന ഒരു ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ടർമറിക് നമ്മൾ ആസിഡ് ആയിട്ടോ അല്ലെങ്കിൽ ന്യൂട്രൽ സബ്സ്റ്റൻസ് ആയിട്ടോ ആണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അത് എന്ത് കളർ തന്നെ നിൽക്കും, അത് അതിൻ്റെ യെല്ലോ കളറിൽ തന്നെ നിൽക്കും. അതായത് ഒരു ടർമറിക്കിനെ നമ്മൾ ആസിഡ് ആണോ അല്ലെങ്കിൽ ആസിഡുമായിട്ട് തന്നെ വെച്ചാൽ ആസിഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്, എന്തായിട്ട് വരും, അത് യെല്ലോ കളറിൽ തന്നെ നിൽക്കും. അതിൻ്റെ കളർ മാറുന്നില്ല അല്ലേ. കുർക്കുമിനൊക്കെ ഉള്ളതാണ് ടർമറിക് അല്ലെങ്കിൽ മഞ്ഞൾ എന്ന് പറയുന്നത്. അതേസമയം ഈ ടർമറിക് റിയാക്ട് ചെയ്യുന്ന ഒരു ബേസും ആയിട്ടാണെങ്കിൽ, ടർമറിക് പേസ്റ്റ് ഒരു ബേസും ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, പിങ്കിഷ് റെഡ് ആയിട്ട് മാറും. നല്ല കടുത്ത ചുവന്ന നിറമായിട്ട്, ചെവല അല്ലെ, ചുവന്ന നിറമായിട്ട് മാറും. ഇവിടെ ഓപ്ഷനിൽ റെഡ് എന്നേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ എന്നാലും എന്ത് ചെയ്യുക, പിങ്കിഷ് റെഡ് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നല്ലൊരു ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ഇനിയും പല പരീക്ഷയിൽ ആവർത്തിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്, നോട്ട് ചെയ്ത് വെക്കുക. ടർമറിക് പേസ്റ്റ് ആസിഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അതിന് മഞ്ഞ നിറവും, അതിന് നിറം മാറുന്നില്ല. അതേസമയത്ത് ബേസുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അത് എന്തായിട്ട് മാറും, അത് പിങ്കിഷ് റെഡ് ആയിട്ട് മാറും. ടർമറിക്കിനെ നമുക്കൊരു എന്താ പറയുക, ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ആയിട്ട്, നമ്മുടെ ലിറ്റ്മസ് പേപ്പർ ഒക്കെ പോലെ ഒരു ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റുമെന്നും ഓർത്ത് വെക്കുക. അപ്പോൾ വീണ്ടും 5 പഠിച്ചില്ലേ, പെട്ടെന്ന് റിവൈസ് ചെയ്യാലോ. വെള്ളത്തിൽ 60 മില്ലിഗ്രാം പെർ ലിറ്ററിൽ കുറവ് കാൽഷ്യം കാർബണേറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ എന്തെന്ന് വിളിക്കും, നമ്മളതിനെ സോഫ്റ്റ് വാട്ടർ എന്ന് വിളിക്കും. അതിൽ കൂടുതലായത് ഹാർഡ് വാട്ടർ ആയി. ടെമ്പററി ഹാർഡ്നെസ് വെച്ചാൽ കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ബൈകാർബണേറ്റ് ആണ്. ബോയിലിംഗ് കൊണ്ടോ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പെർമനന്റ് ഹാർഡ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ക്ലോറൈഡ്സും സൾഫേറ്റ്സും കൊണ്ടാണ്. സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും. ഒരു മീഥേൻ മോളിക്യൂളിൽ 5 ആറ്റംസ് ആണുള്ളത്, ഒരു കാർബണും 4 ഹൈഡ്രജനും. പേളിലെ മെയിൻ കോൺസ്റ്റന്റ്, പ്രൈമറി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ്. അമാൽഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെർക്കുറിയുമായിട്ട് ഫോം ചെയ്യുന്നതാണ്. ഏത് മെറ്റലും അത് ഫോം ചെയ്യും, അയൺ ഫോം ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ അയൺ ബോട്ടിൽസിലാണ് മെർക്കുറി സ്റ്റോർ ചെയ്യുന്നത്. സിൽവർ അമാൽഗമാണ് ഡെന്റിസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. ഒരു വസ്തു ബേസിക് നേച്ചർ ആണെങ്കിൽ ടർമറിക്കുമായിട്ട് റിയാക്ട് ചെയ്താൽ അതിന്റെ കളർ എന്തായിട്ട് മാറും, അതിന്റെ കളർ പിങ്കിഷ് റെഡ് ആയിട്ട് മാറുമെന്നും എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. സെറ്റല്ലേ? ഇത്രയും ചോദ്യങ്ങളിൽ യാതൊരു സംശയമില്ലല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാലോ. അടുത്ത ചോദ്യം 21ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽസ് ഡസ് നോട്ട് ബിലോങ് ടു ദ ടോപ്പ് ഓഫ് ദി ആക്ടിവിറ്റി സീരീസ്? ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റി സീരീസിന്റെ ടോപ്പിൽ വരാത്ത മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആയിരുന്നു. എന്താണ്? ലെഡ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പലപ്പോഴും ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. വിച്ച് ഈസ് ദ മോസ്റ്റ് സ്റ്റേബിൾ എലമെന്റ് ഇൻ പീരിയോഡിക് ടേബിൾ? പീരിയോഡിക് ടേബിളിലെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള എലമെന്റ്. അതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് എല്ലാം തന്നെ അവസാനം ഡീക്കേ ചെയ്ത് അവസാനമായിട്ട് മാറുന്ന എലമെന്റ് ഏതാണ്? ലെഡ് ആണ്. പിന്നെ എന്താണ്? റേഡിയോ ആയിട്ടുള്ള വേസ്റ്റുകൾ ഡംപ് ചെയ്യാൻ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സൈറ്റുള്ള ഒരാളുകൾക്ക് കടക്കാനായിട്ട് അതിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന എലമെന്റ് ആണ് ഇതെന്ന് പറയുന്നത്, ലെഡ് എന്ന് പറയുന്നത് അല്ലെ. അതുകൊണ്ടുള്ള പ്രൊട്ടക്ഷൻ ഗിയർ ഉപയോഗിച്ചിട്ടൊക്കെയാണ് റേഡിയോ ആക്റ്റീവ് സൈറ്റുകളിലോട്ടൊക്കെ ആളുകൾ പോകാറുള്ളത്. അതുപോലെ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ആണെങ്കിൽ ഭൂമിയിൽ എത്രയോ ആഴത്തിൽ കുഴിച്ചിടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ലെഡിന്റെ ബോക്സുകളാണ്. റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസുകൾ ഡീക്കേ ചെയ്ത് അവസാനം മാറുന്നത് എന്തായിട്ട് തന്നെയാണ്? ലെഡ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഏറ്റവും സ്റ്റേബിൾ എലമെന്റ് ആണ് ഇതെന്ന് പറയുന്നത്, ലെഡ് എന്ന് പറയുന്നത്. ആക്ടിവിറ്റി സീരീസിന്റെ ഏതായാലും എന്ത് ചെയ്യാനും പോകുന്നില്ല, ലെഡ് വന്ന് നമ്മളെന്നും ബുദ്ധിമുട്ടിക്കാൻ പോകുന്നില്ല. അടുത്ത ചോദ്യം 22ാമത്തെ ചോദ്യം, സിന്നബാർ വെൻ ഹീറ്റഡ് ഇൻ എയർ ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു ഓക്സൈഡ് ഓഫ്.
സിന്നോബാറിനെ വായുവിൽ ചൂടാക്കുമ്പോൾ എന്തിൻ്റെ ഓക്സൈഡ് ആയിട്ടാണ് മാറുക എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഞാൻ വളരെ നല്ലൊരു കോഡ് നിങ്ങൾക്ക് ഇതിനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നതാണ്. നമുക്കറിയാം സിന്നോബാർ എന്ന് പറയുന്നത് എന്തിൻ്റെ ഓറാണ് എന്ന് ചോദിക്കാറുണ്ട്. എന്തിൻ്റെ ഓറാണ്? മെർക്കുറിയുടെ ഓറാണ് ഏതെന്ന് പറയുന്നത് സിന്നോബാർ എന്ന് പറയുന്നത് അല്ലേ. സിന്നോബാറിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഇൻഡസ്ട്രിയിൽ മെർക്കുറി നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. മെർക്കുറി നമുക്കറിയാം എന്താണ്? വെള്ളത്തിൻ്റെ രൂപത്തിലുള്ള അല്ലെ ലിക്വിഡ് മെറ്റലാണ്, വെള്ളമായിട്ടുള്ള മെറ്റലാണ്. വെള്ളടിക്കാൻ എവിടെ പോകണമെന്ന് നമ്മൾ പറഞ്ഞത്? വെള്ളടിക്കാനായിട്ട് ബാറിൽ തന്നെ പോകണം അല്ലേ. അപ്പോൾ വെള്ളത്തിൻ്റെ രൂപത്തിലുള്ള മെർക്കുറി, അതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്? കണക്ഷൻ എന്ന് പറയുന്നത്. വെള്ളത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലുള്ള മെറ്റലാണ് മെർക്കുറി എന്ന് പറയുന്നത്. മെർക്കുറിയുടെ ഓറാണ് ഇതെന്ന് പറയുന്നത് സിന്നോബാർ എന്ന് പറയുന്നത്. 23ാമത്തെ ചോദ്യം, വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കലി കൺട്രോൾഡ് അഡ്വർടൈസ്മെന്റ് സൈൻ ബോർഡ്സ് സോ ആസ് ടു എനേബിൾ റീഡബിലിറ്റി ഓഫ് ഇറ്റ്സ് കണ്ടന്റ്സ് ഡ്യൂറിംഗ് ദ നൈറ്റ്? രാത്രിയിലൊക്കെ വായിക്കാനായിട്ട് അഡ്വർടൈസ്മെന്റ് സൈൻ ബോർഡുകളിൽ നമ്മൾ പ്രധാനമായും ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് മറ്റാരും അല്ലാതെ നിയോൺ ആണ്. നിയോൺ തരുന്ന കളർ എന്ന് പറയുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് റെഡിഷ് ഓറഞ്ച് ആണ്. നമ്മൾ കാണുന്ന പല ലൈറ്റുകളിലും അതിൽ ആ ഒരു കളർ കിട്ടാനായിട്ട് ഫില്ല് ചെയ്യുന്ന വാതകം ഏതാണ്? നിയോൺ ആണ്, റെഡിഷ് ഓറഞ്ച്. നിയോണിന്റെ കളർ എന്താണെന്ന് ചോദിക്കാറുണ്ട്. റെഡിഷ് ഓറഞ്ച് കിട്ടാനായിട്ട് ഫില്ല് ചെയ്യുന്ന വാതകം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതൊന്നും അല്ലാതെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് സൈൻ ബോർഡുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചാലും ആൻസർ എന്ത് തന്നെയാണ്? ആൻസർ ഈസ് നൺ അതർ ദാൻ നിയോൺ. ഡിസ്ചാർജ് ട്യൂബിലെ ഗ്ലോ ലൈറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കളർ എന്ന് പറയുന്നത് റെഡിഷ് ഓറഞ്ച് ആണ്. ചിലപ്പം ഈ ഒരു ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ചിലപ്പോൾ റെഡ് എന്നും എന്ത് ചെയ്യാറുണ്ട്? കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഓപ്ഷനിൽ റെഡിഷ് ഓറഞ്ച് ഇല്ലെങ്കിൽ എന്ത് ചെയ്തോളൂ? നിങ്ങൾ മാർക്ക് ചെയ്തോളൂ. നേരത്തെ നമ്മൾ ടർമറിക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴേ പിങ്കിഷ് റെഡ് എന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്? പിങ്കിഷ് റെഡ് എന്നാണ് കറക്റ്റ്. പക്ഷേ അവിടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ഏതാണ്? റെഡ് ആണ്. ഇതുപോലെ ഇവിടെ റെഡിഷ് ഓറഞ്ച് ആണ്, പക്ഷെ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്? റെഡ് എന്ന് തരാറുണ്ട്. ഇതാണ് അതിന്റെ ശരിക്കുള്ള കളർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് കിട്ടി. നിയോൺ ലാമ്പുകളാണ്, നിയോൺ ലൈറ്റുകളാണ് ഇത് യൂസ് ചെയ്യുന്നത്. 24, വാട്ട് ഫോം ഓഫ് കാർബൺ ഈസ് യൂസ്ഡ് ഇൻ പെൻസിൽ? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഏതാണ്? ഗ്രാഫൈറ്റ് ആണ് പെൻസിലിന്റെ ലെഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. 25ാമത്തെ ചോദ്യം, ദ ഹൊറിസോണ്ടൽ റോസ് ഇൻ മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ ആർ കോൾഡ്? മെൻഡലീവ് അല്ലെ, ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ അല്ലെ. ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ മെൻഡലീവ് അല്ല, അതാരാണ്? അത് മോസ്ലി ആണ് അല്ലെ. മോമോസ് എന്നുള്ളതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിൽ ഹൊറിസോണ്ടൽ റോസിനെ എന്താണ് വിളിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിലായാലും മോഡേൺ പീരിയോഡിക് ടേബിളിലായാലും ഹൊറിസോണ്ടൽ റോസിനെ നമ്മൾ എന്ത് തന്നെയാണ് വിളിക്കുന്നത്? പീരീഡ്സ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. വെർട്ടിക്കൽ കോളംസിനെ ഇങ്ങനെ വരുന്നതിന് നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ മോഡേൺ പീരിയോഡിക് ടേബിളിനെ പറ്റി 1-2 കാര്യങ്ങളുടെ നമുക്ക് നോക്കാം. പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. 7 പീരീഡുകളാണ്, 7 പീരീഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. അതേസമയം 18 കോളംസ്, 18 ഗ്രൂപ്പുകളാണ് എന്തിലുള്ളത്? നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. അതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് പീരീഡ് ഫസ്റ്റ് വൺ ആണ്. ഹൈഡ്രജനും ഹീലിയവും മാത്രമേ ഉള്ളൂ. ആദ്യത്തേത് 2 എലമെന്റ്സ് ആണുള്ളത്. ഏറ്റവും ലോങ്ങസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് ഏതാണ്? 6th പീരീഡ് ആണ്. 6th പീരീഡിലാണ് ഏറ്റവും കൂടുതൽ എലമെന്റ്സ് ഉള്ളത്. ഇപ്പോൾ നമ്മുടെ കറന്റ് നമ്മുടെ ആവർത്തന പട്ടികയിൽ പീരിയോഡിക് ടേബിളിലുള്ള മൂലകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അറൌണ്ട് 118 ആണ്. അതിൽ 92 എന്താണ്? പ്രകൃതിദത്തമായിട്ടുള്ളതാണ്. ബാക്കി എന്ത് ചെയ്തിട്ടുള്ളതാണ്? മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇപ്പൊ എന്തൊക്കെയാ പഠിച്ചത്? നമ്മുടെ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്ന് പറയുന്നത് മോസ്ലിയാണ്. ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ മെൻഡലീവ് ആണ്. ഇതിൽ 7 ഹൊറിസോണ്ടൽ റോസ് ഉണ്ട്, അതിനെ നമ്മൾ പീരീഡ്സ് എന്ന് വിളിക്കുന്നു. 18 വെർട്ടിക്കൽ കോളംസ് ഉണ്ട്, അതിനെ നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നു. ഏറ്റവും ഷോർട്ടസ്റ്റ് ആദ്യത്തേതാണ്, 2 ഹൈഡ്രജനും ഹീലിയവും മാത്രം. ഏറ്റവും ലോങ്ങസ്റ്റ് 6ാമത്തേതാണ്. ഇതിലിപ്പോൾ 118 എലമെന്റ്സ് ഉണ്ട്. നാച്ചുറലി ഒക്കർ ചെയ്യുന്ന എത്ര എണ്ണമാണ്? 92 ആണെന്നും ഓർത്തു വെക്കുക. അപ്പോൾ മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിലായാലും മോഡേൺ പീരിയോഡിക് ടേബിളിലായാലും ഹൊറിസോണ്ടൽ റോസിനെ നമ്മൾ എന്തെന്ന് തന്നെയാണ് വിളിക്കുന്നത്? പീരീഡ്സ് എന്ന് തന്നെയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ അവസാനത്തെ സെറ്റിലെ ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത്രയും ചോദ്യങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മുടെ SSC GD കഴിഞ്ഞ വട്ടം കെമിസ്ട്രിയിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 26ാമത്തെ ചോദ്യം, വിച്ച് ആസിഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഹ്യൂമൻ സ്റ്റൊമക് ടു ഹെൽപ്പ് ദ ഡൈജഷൻ ഓഫ് ഫുഡ്? ഡൈജഷനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, ദഹനത്തെ സഹായിക്കാനായിട്ട് ഹ്യൂമൻ സ്റ്റൊമക്കിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആസിഡ് ഏതാണ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ CGL-ലും സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് തിരിച്ചാണ് ചോദിച്ചത്. ആസിഡിന്റെ പേര് വന്നിട്ട് ഇത് മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ഥിരം പരിപാടി തന്നെ, ചേഞ്ച് വേണമല്ലോ ചോദ്യങ്ങളിൽ. അപ്പോൾ എന്ത് ചെയ്യും? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. ഉത്തരത്തിൽ ചെറിയ മാറ്റം വരുത്തും. ബേസിക്കലി കാര്യം തന്നെയാണ്, ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് എന്ത് എന്ന് പറയുന്നത്? ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കണം. ക്വസ്റ്റ്യൻസിലുള്ള പോയിന്റ്സും എന്ത് ചെയ്യണം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ സ്റ്റൊമക്കിൽ ഭക്ഷണത്തിന്റെ ദഹനത്തിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡ് മറ്റേതുമല്ല, ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. പ്രാവശ്യം ചോദിച്ചത് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യാന്നാണ് എൻ്റെ ഓർമ്മ. സോ അതിന്റെ ആൻസർ എന്താണ്? ഹ്യൂമൻ സ്റ്റൊമക് ആണ്. 27, വിച്ച് കിച്ചൺ പ്രോഡക്റ്റ് വിൽ ഹെൽപ്പ് ടു ന്യൂട്രലൈസ് എ ബീ സ്റ്റിംഗ്? ഒരു തേനീച്ച കുത്തുന്നതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റ്, കിച്ചൺ പ്രോഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. തേനീച്ച കുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന എന്താണ്?
തേനീച്ച ആയാലും ചുവന്ന ഉറുമ്പുകളായാലും നമ്മുടെ ബോഡിയിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നത് ഏതാണ്? ഫോമിക് ആസിഡ് ആണ് അല്ലേ? അതിൻ്റെയാണ് നമുക്ക് ആ വരുന്ന വേദനയും നീരും എല്ലാം വരുന്നത്. എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ്. അപ്പോൾ തേനീച്ച കുത്തിയാൽ സംഭവിക്കുന്നത് ആസിഡ് വരിക എന്നുള്ളതാണ്. നമുക്കറിയാം ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കണം? ബേസ് കൊടുക്കണം. നമ്മുടെ കിച്ചണിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ബേസ് ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ എത്ര എണ്ണമാണ് അതേ സെയിം ആൻസർ വരുന്നത്? അപ്പോൾ തേനീച്ച കുത്തിയാൽ അത് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട്, അതിൻ്റെ വേദന കുറയ്ക്കാനായിട്ട് നമ്മൾ എപ്പോഴും വീട്ടിലൊക്കെ ഇനി പറയാത്തതുണ്ടെങ്കിൽ അറിഞ്ഞു വയ്ക്കുക. ബേക്കിംഗ് സോഡയും വെള്ളം കൂടി ആക്കി ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് എന്ത് ചെയ്യുന്നത്? ആ ഭാഗത്ത് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേദനയിലും നീരിലും എല്ലാം എന്തുണ്ടാവും? നല്ല റിലീഫ് ഉണ്ടാവും. വേണമെങ്കിൽ അവർക്ക് അതിൻ്റെ ആ തേനീച്ചയൊക്കെ കുത്തിയിരിക്കുമ്പോൾ ഇതൊക്കെ തേച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ അതിൻ്റെ സയൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക. കാരണം അതായത് സംഭവം നീ തേനീച്ച കുത്തി വേദനയിലൊക്കെ ഇരിക്കുകയാണെങ്കിലും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിനക്കറിയോ? തേനീച്ച കുത്തിയപ്പോൾ നിന്റെ ശരീരത്തിൽ കയറിയത് ഫോമിക് ആസിഡ് ആണ്. അതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡയും വെള്ളം കൂടി കലക്കി അവിടെ തേച്ചത്. അപ്പോൾ എന്ത് ചെയ്യും? ഇത് ന്യൂട്രലൈസ് ചെയ്യപ്പെടുകയും നിന്റെ വേദന വൈകാതെ മാറുകയും ചെയ്യുന്ന ആ തേനീച്ച കുത്തിയിരിക്കുന്നതിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും എന്ത് ചെയ്യാം? നമ്മൾ ആ സയൻസ് അറിഞ്ഞിരിക്കുന്നത് എന്താണ്? നല്ലതാണ്. ചിലപ്പോൾ നമുക്ക് തന്നെ ആയിരിക്കില്ലേ കുത്തു കിട്ടുക, പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും അടുത്ത ചോദ്യം, 28ാമത്തെ ചോദ്യം. ദ സ്റ്റഡി ഓഫ് ദ കെമിസ്ട്രി, ക്രിസ്റ്റൽ സ്ട്രക്ചർ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ മിനറൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് റോക്സ് ഈസ് കോൾഡ്. റോക്കുകളിൽ കാണപ്പെടുന്ന മിനറൽ കോൺസ്റ്റിറ്റ്യൻസിൻ്റെ കെമിസ്ട്രി, രസതന്ത്രം, അവയുടെ സ്ട്രക്ചർ, അവയുടെ ഭൗതിക പ്രവർത്തനങ്ങൾ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഇതിനെല്ലാം പറ്റിയുള്ള പഠനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ മിനറോളജി എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ പറയുന്നത്? മിനറോളജി എന്ന് നമ്മൾ പറയുന്നത് എന്തിനാണ്? ഒരു റോക്കുകളിലെ മിനറൽ കോൺസ്റ്റിറ്റ്യൻസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി, ക്രിസ്റ്റൽ സ്ട്രക്ചർ, കെമിസ്ട്രി എന്നിവയെ പറ്റിയെല്ലാം പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ മിനറോളജി എന്ന് പറയുന്നത്. നമ്മുടെ അവസാനത്തെ ചോദ്യം, 29ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ ദ യൂണിവേഴ്സ്? യൂണിവേഴ്സിലെ ഏറ്റവും അബണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന എലമെന്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? ഏറ്റവും അബണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന എലമെന്റ് ഹൈഡ്രജൻ ആണ്. അപ്പോൾ വീണ്ടും 5 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? മനുഷ്യൻ്റെ വയറ്റിൽ കാണപ്പെടുന്ന ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന ആസിഡാണ് HCl എന്ന് പറയുന്നത്. തേനീച്ച കുത്തിയാൽ അത് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബേക്കിംഗ് സോഡയാണ്. ബിക്കോസ് തേനീച്ച കുത്തുമ്പോഴും ഉറുമ്പടിക്കുമ്പോഴെല്ലാം നമ്മുടെ ശരീരത്തിൽ കയറുന്നത് ഫോമിക് ആസിഡ് ആണ്. ഒരു റോക്കിലെ മിനറൽ കോൺസ്റ്റിറ്റ്യൻസിൻ്റെയും ക്രിസ്റ്റൽ സ്ട്രക്ചർ, കെമിസ്ട്രി, ഫിസിക്കൽ പ്രോപ്പർട്ടി എല്ലാം പറ്റിയുള്ള പഠനത്തെയാണ് നമ്മൾ മിനറോളജി എന്ന് പറയുന്നത്. യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അബണ്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എന്താണ്? ഹൈഡ്രജൻ ആണ്. നമ്മൾ 29 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തെങ്കിലും അതിന് ചുറ്റുള്ള കുറച്ചെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഹെൽപ്പായി എന്ന് വിചാരിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നത് ഇത് GD കാർക്ക് മാത്രം വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ക്ലാസ് അല്ല. ഇത് എല്ലാവർക്കും GD കാർക്ക് ഒബ്വിയസ്ലി യൂസ്ഫുൾ ആണ്, കാരണം അതിൻ്റെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ എല്ലാ SSC RRBക്കും ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. പിന്നെ പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, GD പ്രിപ്പയർ ചെയ്യുന്നവർക്ക് GD അല്ലേ സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളുടെ കുറവല്ലേ എന്നുള്ളതെല്ലാം. അങ്ങനെയല്ല എന്നുള്ളത് ചോദ്യം കാണുമ്പോൾ മനസ്സിലായി. കട്ട് ഓഫ് മക്കളെ നിങ്ങൾക്ക് കുറവാണ്, പക്ഷേ ചോദ്യങ്ങളുടെ സ്റ്റാൻഡേർഡിൽ MTS എന്നോ CGL എന്നോ CHSL എന്നുള്ള വകഭേദങ്ങളൊന്നും എന്ത് കാണുന്നില്ല, നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ അത്രയും കട്ടൊക്കെ തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇതിൻ്റെ PDF നമ്മുടെ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും. ലിങ്ക് ഞാൻ താഴെ എന്ത് ചെയ്യാം? ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ എടുക്കാനായിട്ട് ഞാൻ ഓൾറെഡി നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ലിങ്കിൽ 8891489498 എന്ന് പറയുന്ന നമ്പറിൽ അഡ്മിഷൻ്റെ കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിലോ ടെലിഗ്രാമിൽ എന്ത് ചെയ്യാം? കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ തെറ്റുകുറ്റങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ തന്ന ചോദ്യങ്ങളുടെ ഉത്തരവും എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് സെക്ഷനിൽ എനിക്ക് പറഞ്ഞു തരിക. ഇത്രയും നേരം ഞാൻ പറഞ്ഞതെല്ലാം ക്ഷമയോടെ കണ്ടിരുന്നവരും കേട്ടിരുന്നവർക്കും മാത്രമാണ് കേട്ടോ. പാതി വഴിയിൽ പോയവർക്ക് ഇതില്ലേ. കണ്ടിരുന്നവർക്കും കേട്ടിരുന്നവർക്കും ഒരുപാട് നന്ദി. എല്ലാ ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ഒപ്പം പറഞ്ഞ പോയിന്റുകളും ചോദ്യങ്ങളും എല്ലാം എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇത്രയും നേരം കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്. ഹാവ് എ നൈസ് ഡേ.